കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയ മാടമ്പിത്തരം എന്ന കൃത്യമായി പറയാൻ കഴിയുന്ന പ്രതികരണമോ? എങ്ങനെയാണ് മനുഷ്യരെ ഉന്നത കുലജാതർ അല്ലാത്തവർ എന്ന് കാണാൻ കഴിയുന്നത്? സുരേഷ് ഗോപിയുടെ പ്രസ്താവനയുടെ കാര്യം ഇവിടെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. EMS നമ്പൂതിരിപ്പാട് എന്ന ഒരു ഉന്നത കുലജാതനെ, ഒരു ബ്രാഹ്മണനെ ഇവിടെ അധികാരത്തിൽ ആ പാർട്ടിയുടെ നയിച്ചപ്പോൾ ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ അന്ന് ഇവിടുത്തെ CPM നേതാക്കൾ പറഞ്ഞിരുന്നത് കാര്യം അദ്ദേഹമാണ് അതിന് ഏറ്റവും യോഗ്യൻ. കാരണം എന്താ പറഞ്ഞാൽ ആ ഉന്നത കുലജാതനായിരിക്കുമ്പോൾ അവരനുഭവിച്ച പ്രിവിലേജ് എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിന് അറിയും. ആ പ്രിവിലേജ് താഴെയുള്ള പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും കിട്ടാൻ ഏറ്റവും രീതിയിലുള്ള തീരുമാനമെടുക്കാനും അത് മനസ്സിലാക്കാനും അങ്ങനെ ആ പ്രിവിലേജ് അനുഭവിച്ചവർക്കേ പറ്റുള്ളൂ എന്ന് നിലപാടെടുത്ത ഒരു സംഘടനയാണ് CPM കേരളത്തിലെ. ഞാൻ അതിനോട് യോജിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല സുരേഷ് ഗോപി എന്തിനാണ് ഇത് പിൻവലിച്ചത് എന്നുള്ള കാര്യം. തീർച്ചയായും അങ്ങനെ ഇവിടെ ഇനിയിപ്പം നമ്മളിവിടെ ഇതിനകത്ത് കടന്ന് ബഹളം വെക്കുന്നു ഒക്കെ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഉന്നത കുലജാതൻ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരൻ എന്ന് വേർതിരിവുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും അതുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മുടെ സമൂഹത്തിലുള്ള ചിലരുടെ മനസ്സിൽ എന്നുള്ളതാണ്. നമ്മൾ ഭരണഘടനയ്ക്ക് മുന്നിൽ തുല്യരാണ്. നമ്മുടെ ഭരണഘടന അനുസരിച്ച് നമ്മുടെ രാഷ്ട്രസങ്കല്പം അനുസരിച്ച് ഈ പറയുന്ന ഉന്നത കുലജാതരല്ല എന്ന് ചില തിരുമനസ്സുകൾ വിചാരിക്കുന്ന ആളുകൾക്ക് ഈ നാട്ടിൽ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യവും പ്രിവിലേജും എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണ് നിങ്ങൾ താഴ്ന്നവർ എന്ന് വിചാരിക്കുന്നവർ എന്നുള്ള ഒരു മിഥ്യാബോധം. അവിടെ നിന്നാണ് ഈ പറയുന്ന തികട്ടലുകൾ ഉണ്ടാകുന്നത്. അത് മാധവിന്റെ മനസ്സിലുള്ള വിഷം കൊണ്ടാണ് മാധവിന് അങ്ങനെ അതായത് ഈ നാട്ടിൽ എന്തിനാണ് സംവരണം എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത്? പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം, ആദിവാസി വിഭാഗങ്ങൾക്ക് സംവരണം, ട്രൈബ്സിന് സംവരണം എന്നുള്ളത് എന്തുകൊണ്ടാണത്? ആ വിഭാഗത്തിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. അത് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇനിയും സാമൂഹ്യമായി ഒരുപാട് ഉയർത്താനുണ്ട്, സാമൂഹ്യപരമായ ഒരു തുല്യതയിലേക്ക് എത്താനുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അല്ല, അവരെ നയിക്കേണ്ടത് തിരുമനസ്സുകൾ മാത്രമാണ്. ഉന്നത ഞാൻ ഇത് നോക്കൂ, ഈ പറയുന്ന മന്ത്രി ആരായിരിക്കണം, വകുപ്പ് ആരായിരിക്കണം എന്നത് സംബന്ധിച്ച കാര്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഉന്നത കുലജാതർ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടല്ലോ, അത് വായിൽ നിന്ന് താഴേക്ക്, വായിൽ നിന്ന് സമൂഹത്തിലേക്ക് വമിപ്പിക്കാൻ ഉണ്ടാകുന്ന ഒരു മനസ്സുണ്ടല്ലോ, അതാണ് പ്രധാനം. അല്ല, അതിന്റെ വേറൊരു വശം കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ ഈ വിഭാഗത്തിൽ നിന്ന് വലിയ സ്ഥാനങ്ങളിലേക്കും ആൾക്കാർ വരണം എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് നോക്കൂ, നമ്മുടെ നാട്ടിൽ നമ്മളെ നയിക്കേണ്ടുന്ന ആളുകൾക്ക്, കേന്ദ്രമന്ത്രിമാർക്ക് ഒക്കെ ഈ പറയുന്ന ഉന്നത കുലജാതരെന്നോ അല്ലാത്തവരോ എന്ന് കുറെ ആളുകൾ വിചാരിക്കുന്ന ഒരു മാനദണ്ഡമല്ല എന്നുള്ളതെന്ന് എന്താണ് മനസ്സിലാക്കുക? അതായത് നമുക്കറിയാമല്ലോ, ഇവിടെ ഈ നമ്മുടെ നാട്ടിലെ ഈ ജാതിപരമായ ഉച്ചനീചത്വങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ സംവരണം എന്ന് പറയുന്ന ആ ഒരു ഉച്ചനീചത്വം ഉള്ളത് കൊണ്ടാണ് ഉന്നത കുലജാതർ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടാവുന്നത്. ആ വേർഡ് 2025 നിന്ന് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇത് ആരാണ് ഉന്നത കുലം? ഏതാണ് ഈ ഉന്നത കുലം? ഞങ്ങളാരും വെച്ചനുവദിച്ചിട്ടില്ല. ഒരു സമൂഹം എന്ന നിലയ്ക്ക് കേരളം വെച്ചനുവദിച്ചു തരുന്നില്ല. നിങ്ങൾ വളച്ചൊടിക്കണ്ട മാധു. ഈ നാട്ടിൽ എന്തിനാണ് സംവരണം എന്ന് പറയുന്ന സംഭവം ഉള്ളത്? ഈ നാട്ടിൽ സംവരണം എന്ന് പറയുന്നത് എന്തിനാണുള്ളത്? ഈ നാട്ടിൽ ഇപ്പോഴും, അതായത് നൂറ്റാണ്ടുകളായി നിലനിന്ന ആ കൊടിയ പാപം ഇതൊന്നും നിലനിന്നിട്ടില്ലെന്നോ, ഇതൊന്നും ഇല്ല എന്നോ, ഇതൊക്കെ ഇപ്പോഴും ചില വിഷമനസ്സുകളിൽ കുടിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമൊന്നും ഇവിടെ ആരും കാണാതിരിക്കുന്നില്ല. പക്ഷെ ഒരു കേന്ദ്രമന്ത്രി ഈ നാട്ടിൽ ഉന്നത കുലജാതരുണ്ട് എന്ന് പറയുന്നത് വെച്ച് പൊറിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. അങ്ങനെ ഒരു കേന്ദ്രമന്ത്രിക്ക് സാധുത നൽകാൻ കഴിയുന്ന തരത്തിൽ ഇവിടെ ഉന്നത കുലജാതരില്ല. ഇവിടെ ഉന്നത കുലജാതരില്ല. ഇല്ല, ഇവിടെ ജാതിയുണ്ട്. ഇവിടെ ഉന്നത കുലജാതരായി ആരെയും കണക്കാക്കുന്നില്ല. അതിന് സാധുത നൽകുന്ന തരത്തിൽ ഒരു കേന്ദ്രമന്ത്രിക്കും പറയാൻ കഴിയില്ല. അത് വെച്ച് അനുവദിച്ചു തരില്ല. ഇവിടെ ജാതിയുണ്ട്, ഇവിടെ ജാതി ആ ഉച്ചനീചത്വമുണ്ട്. ജാതിയുണ്ട്, അതിലേതെങ്കിലും വലുതോ അതിലേതെങ്കിലും ചെറുതോ എന്ന് അല്ല, അതിലേതെങ്കിലും വലുതോ അതിലേതെങ്കിലും ചെറുതോ എന്ന് വെച്ചനുവദിച്ചു തരാൻ കഴിയില്ല എന്ന് തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത് ശ്രീ ഷാബു പ്രസാദ്. നിങ്ങളുടെ ഒറ്റ സെക്കൻഡ്, നിങ്ങളുടെ മാതൃഭൂമി പത്രത്തിലെ ക്ലാസിഫൈഡ്സിന്റെ അകത്ത് ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾ ഓരോ ഞായറാഴ്ചയും പബ്ലിഷ് ചെയ്യുന്നത് ഈ നാട്ടിലെ ജാതീയത എത്ര കൊടിയമായ അവസ്ഥയിലാണ്, എത്ര ഭീകരമായ അവസ്ഥയിലാണ്. ജാതീയത ഇല്ല എന്നോ, മനുഷ്യന്മാർ ഇപ്പോഴും അതിന്റെ വാലു പിടിച്ചു നടക്കുന്നില്ല എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഒരു കേന്ദ്രമന്ത്രി നാടിനെ നയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ചുമതല ഏറ്റെടുത്തിരിക്കുന്ന ഒരാൾക്ക് ഈ നാട്ടിൽ ഉന്നത കുലജാതരുണ്ടെന്നും മറ്റുള്ളവരുണ്ടെന്നും വേർതിരിച്ച് കാണാൻ പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വേർതിരിച്ചു കാണില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്താണ് അദ്ദേഹം അധികാരത്തിലിരിക്കുന്നത് എന്നതുകൊണ്ട്